ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി വെജ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെജ് കുറുമയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി വേറൊരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ്. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. മെത്തേഡൊക്കെ സെയിം തന്നെയാണ്, ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലുണ്ടെന്ന് മാത്രം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ആദ്യം തന്നെ വെജിറ്റബിൾസ് കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇതേ ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഫ്രോസൺ ആണ്, അപ്പം അതുകൊണ്ട് തന്നെ കഴുകിയിട്ടൊന്ന് എടുത്താൽ മതി. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഏകദേശം ഒരു അരമുറി തേങ്ങയും ഒരു 5-8 അണ്ടിപ്പരിപ്പ്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ ഈ കറിക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കുക. പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞ് എടുത്ത് മാറ്റും കേട്ടോ, കാരണം ഇവിടെ ഇവർക്കിങ്ങനെ ഇതിങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ കറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനതെടുത്ത് മാറ്റുവേ. ഇനി ഇതിനകത്തോട്ട് വലിയൊരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് ഒരു വലിയ തക്കാളിയും അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതും വഴറ്റി കൊടുക്കുന്നുണ്ട്. അതും ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും മാത്രമാണ് പൊടികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതേ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചില്ലേ നമ്മുടെ പച്ചക്കറികൾ, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ തേങ്ങ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ കുറുമ റെഡിയാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഇത്തിരി അയഞ്ഞ പോലെയൊക്കെ ആയിരിക്കും കാണുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറിക്കൊപ്പമൊക്കെ ഈ എരിവും ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ, അല്ലെങ്കിൽ അരപ്പ് നന്നായിട്ട് പച്ചക്കറിയിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷേ അല്ല, കുറച്ചൊന്ന് ആറി കഴിയുമ്പോഴേക്കും അത് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പാകത്തിന് ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ടത് മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കുറുമ ഏറ്റവും ഈസി ആയിട്ടുള്ള കറിയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കാണുന്നതെങ്കിലും ഒരിത്തിരി ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഇത് കുറച്ചും കൂടി കുറുകിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആറി കഴിയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഒരിത്തിരി നേരം കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പമൊക്കെ ഭയങ്കര രസമാണ് കണ്ടോ, ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടോ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറുകുന്നതാണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.